ഈ പയ്യന് സൂപ്പർ ഹീറോസിനോട് ഭയങ്കര ആരാധനയായിരുന്നു. താനും ഒരു സൂപ്പർ ഹീറോയാണെന്നും ചിന്തിച്ച് സൂപ്പർമാന്റെ കോസ്റ്റ്യൂമും ഇട്ട് അവൻ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി. കാലൊടിഞ്ഞ് ആശുപത്രിയിലായ അവനെ അമ്മ ഉപദേശിക്കുന്നു. നീ കരുതുന്നത് പോലുള്ള സൂപ്പർ പവറുകൾ ഉള്ളവരല്ല സൂപ്പർ ഹീറോസ്, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവർക്കായി ജീവിക്കുന്ന നിന്റെ അച്ഛനെ പോലുള്ള പോലീസുകാരാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ് എന്ന് അമ്മ അവനോട് പറയുന്നു. അങ്ങനെ ഭാവിയിൽ ഒരു പോലീസുകാരനാവാൻ അവൻ തീരുമാനമെടുക്കുന്നു. ക്യാൻസർ മൂലം അമ്മ മരണപ്പെട്ടെങ്കിലും അവൻ തീരുമാനിച്ചതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി. പക്ഷെ അവൻ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല അവന്റെ കാക്കി ജീവിതം. പണവും പ്രതാപവും പവറും പണക്കാരും രാഷ്ട്രീയക്കാരും ചേർന്ന് സത്യസന്ധനായ അവനെ അഴിമതിക്കാരനായി മാറ്റി. റേപ്പ് വിക്ടിമായ ഒരു പെൺകുട്ടി അവന്റെ കൺമുന്നിൽ കത്തിയമർന്നപ്പോഴും ആ പോലീസ് വേഷത്തിൽ അവന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും അവൻ വെറുതെ ഇരുന്നില്ല. രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ കൂട്ടുപിടിച്ച് മുഖം മൂടി അണിഞ്ഞ് അവൻ കുറ്റങ്ങൾക്ക് വിധി നടപ്പിലാക്കാൻ തുടങ്ങി. കുറ്റവാളികളെ ക്രൂരമായി കൊല ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ സമൂഹത്തിനിടയിൽ അവൻ ബഗീര എന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരു CBI ഉദ്യോഗസ്ഥൻ ബഗീരയുടെ ഐഡന്റിറ്റി കണ്ടെത്തിയെങ്കിലും ഇങ്ങനെയുള്ള ഒരാൾ സമൂഹത്തിന് ആവശ്യമാണെന്ന് ചിന്തിച്ച് ആ രഹസ്യം മറച്ചുവെക്കുന്നു.